ഇവിടെ നമുക്ക് ജന്തർ-മന്ദറിലേക്കൊന്ന് പോകാം. കഴിഞ്ഞ 35 ദിവസങ്ങളിലായി സമരം കൊണ്ട് മുഖരിതമായിരുന്നു അവിടെ. സമരം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ജന്തർ-മന്ദറിലെ സമരപ്പന്തൽ CJP പ്രവർത്തകർ തന്നെ പൊളിച്ചു മാറ്റുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. IS അഭിനന്ദുണ്ട്. അഭിനന്ദ് 35 ദിവസം സംഘർഷങ്ങൾ കണ്ടതാണ്. മുദ്രാവാക്യങ്ങളും ആവേശങ്ങളും സൗഹാർദ്ദവും സാഹോദര്യവും കണ്ട പ്രദേശമാണ്. അവിടെ പന്തലുകൾ അടിച്ചു മാറ്റുകയാണ്. നാളെ പുലരുമ്പോഴേക്കും ആ ഒരടയാളവും അവർ അവശേഷിപ്പിക്കില്ല ഈ ഹൃദയത്തിലല്ലാതെ, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും സമരം തുടങ്ങിയ സ്ഥലം, സമരത്തിന്റെ ഹൃദയഭൂമി, ഒടുവിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന ഇടത്ത് നിന്നാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ജന്തർ മന്ദറിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷം ഓർക്കേണ്ടതാണ്. CJPയുടെ സ്ഥാപകനാണ്. കോക്രോച്ച് എന്ന് വിളിച്ചതിന്റെ പ്രതിഷേധാത്മകമായാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുകയും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊന്നും തങ്ങൾക്കില്ല എന്ന് വ്യക്തമാക്കിയത് ഒക്കെ ഈ വേദിയിലിരുന്നാണ്. പക്ഷേ ഈ വേദി ഇപ്പോൾ ഒരു ഓർമ്മയായി മാറുന്ന കാഴ്ചയാണ് അരുൺകുമാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ തന്റെ പറയാനുള്ള കാര്യങ്ങൾ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ഇടത്ത് നിന്നായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയാണ്. സമരത്തിന് ഇപ്പോൾ വിജയമുണ്ടായതിനു ശേഷം, അവർ വിജയിച്ചതിന് ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും ഇത് ക്ലീൻ ചെയ്ത് പ്രവർത്തകർ आपका फुल टाइम क्लीन करता है, आपका प्रोटेस्ट स्टेट का क्लीन करता है भाई? आपकी हिंदी मेरे को ऐसे ऊपर से कार्यकर्ता है मैं हूँ और मेरा नाम आरिफ है और मैं अभी यहाँ पे कोर टीम से यहीं पे हूँ. जब तक एक बंदा मतलब एक पर्सन अपने घर तक जब तक नहीं जाएगा तब तक मैं यहीं खड़ा हूँ. അതാണ് സമരവേദി പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും രാജ്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ചെയ്തത്. അപ്പോൾ രാജ്യത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരിടത്ത് ഇത്തരത്തിൽ സമരം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ തങ്ങൾ അവശേഷിപ്പിച്ചിരുന്ന എല്ലാ മാലിന്യങ്ങളും തുടച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വവും തങ്ങൾക്കുണ്ട് എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി എടുത്താണ് ഇപ്പോൾ ഈ ഇത്തരത്തിലേക്ക് ശുചീകരണ പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വേദി കാലഘട്ടം ഒരു ചരിത്രമായി ഓർത്തെടുക്കുവാൻ പോവുകയാണ്. കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലേക്ക് ഈ CJP പ്രക്ഷോഭം എത്താൻ പോവുകയാണ്. ചരിത്രം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്കും എത്താൻ പോവുകയാണ്. മാധ്യമ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങേയറ്റം ചരിത്രപരമായ സംഭവത്തിന് സാക്ഷിയായ ഇടം ഇപ്പോൾ ഒരു ഓർമ്മയായി മാറുന്നു. ഹൃദയഭൂമിയായി ദില്ലിയിലെ ഹൃദയഭൂമിയാണ് ജന്തർ മന്ദർ. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് തുടങ്ങിയ പ്രതിഷേധം അത് അങ്ങേറ്റം ഒരു സമരഭൂമിയായി എല്ലായിടത്തും മലയടിച്ചു. ഇപ്പോൾ അതൊരു ഓർമ്മയായി മാറുന്നു. എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ഇനി എന്നും ഓർത്തു വെക്കപ്പെടുന്ന, ഓരോ ഭാരതത്തിന്റെ മണ്ണിലും ഓർത്തു വെക്കപ്പെടുന്ന ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ ഇനി അടയാളമാകാൻ പോകുന്ന ഇടമായി മാറുന്നു ജന്തർ മന്ദർ. അവിടുത്തെ CJP പ്രതിഷേധ ഭൂമി, പ്രതിഷേധത്തിന്റെ വേദി ഇപ്പോൾ പൊളിച്ചു മാറ്റുകയാണ് അരുൺ.